ചില എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോയും പിതാവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ, വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളില് യോഹന്നാൻ അത് എഴുതി വെച്ചിട്ടുമുണ്ട്. ഈശോ പിതാവിനോട് പറയുകയാണ്, പിതാവേ, ഞാൻ അവരോട് കൂടെയായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു, ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു എന്ന് പറയുകയാണ്. അല്ലെ, ഈശോയ്ക്ക് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് പിതാവിനോട് പറയാൻ പറ്റുമായിരുന്നു. അതായത് അങ്ങ് എനിക്ക് നൽകിയ എൻ്റെ ശിഷ്യരെ ഞാൻ അവരോട് കൂടെ ഉണ്ടായിരുന്ന അത്രയും കാലം അവിടുത്തെ നാമത്തിൽ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്, അവരെ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അല്ലെ, മറ്റുള്ളവർക്ക് കൊടുക്കാതെ, പിശാചിന്റെ കെണിയിൽ വീഴ്ത്താതെ ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പിതാവിനോട് പറയുകയാണ്. പക്ഷെ നമ്മളൊരു ഈ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. എനിക്ക് ദൈവം നൽകിയ ആളുകളെ, എനിക്ക് ദൈവം നൽകിയ എൻ്റെ മക്കളെ, എൻ്റെ സുഹൃത്തുക്കളെ ഇതുപോലെ കാത്തു സൂക്ഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്, ഇതുപോലെ സംരക്ഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കള് ഈ വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ മക്കളെ ദൈവവിശ്വാസത്തിൽ സംരക്ഷിക്കുവാനും പിശാചിൽ നിന്നും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനും കാത്തു സൂക്ഷിക്കാനുമായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് അവർക്ക് ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ ഈ വചനമാണ് നമുക്ക് പ്രത്യേകമായിട്ട് ധ്യാനിക്കാം. ഈശോ തന്റെ ശിഷ്യന്മാരെ കാത്തു സൂക്ഷിച്ചു, അവരെ ദൈവനാമത്തിൽ സംരക്ഷിച്ചു. ഇതുപോലെ നമ്മുടെ മക്കളെ സംരക്ഷിക്കാനും കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട്